ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു PSC ബിഗിനേഴ്സ്. നമ്മളപ്പോൾ LGSനും കമ്പനി ബോർഡ് LGSനും അതുപോലെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റിനുമുള്ള ക്ലാസ്സുകൾക്കാണ് ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നത്. അപ്പോൾ ചെറിയ ചെറിയ ക്ലാസ്സുകളുമായി ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളുമായിട്ടാണ് നമ്മൾ ഇനി വരാൻ പോകുന്നത്. കാരണം നമുക്കറിയാം ഡിഗ്രി ലെവലിനെ പോലെ അത്രയും വലുതായിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല 10th +1 +2 ലെവലൊക്കെ. അപ്പോൾ അതുകൊണ്ടായിരിക്കണം നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളുമായിട്ട് ചെറിയ ചെറിയ കുട്ടി ക്ലാസ്സുകളാകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറഞ്ഞാൽ കൂടുതൽ കാര്യങ്ങൾ കവർ ചെയ്യാം എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനത്തെ ക്ലാസ്സുകളുമായി വരുന്നത്. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഇന്നത്തെ ക്ലാസ് നമ്മുടെ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ ബ്രിട്ടീഷുകാരുടെ വരവിനെ കുറിച്ചിട്ടാണ്. അതിന് മുമ്പ് നമുക്ക് ഇന്ത്യയിലേക്ക് വന്ന വ്യക്തികളെ നോക്കാം, ആ ഓർഡറിൽ നോക്കാം. ആദ്യം വന്നത് ആരാണ്? പോർച്ചുഗീസുകാരാണ് അല്ലേ ആദ്യം വന്നത്. ഫസ്റ്റ് ഇന്ത്യയിലേക്ക് എത്തിയത് പോർച്ചുഗീസുകാരാണ്. ഇന്ത്യയിൽ കരമാർഗം കച്ചവടത്തിനായി എത്തിയ ആദ്യ യൂറോപ്യന്മാരാണ് പോർച്ചുഗീസുകാർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ വന്ന പോർച്ചുഗീസുകാരെല്ലാം ഓരോ കമ്പനി ഉണ്ട് അല്ലേ. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി, ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി, ഡെൻമാർക്ക് ഈസ്റ്റ് ഇന്ത്യ കമ്പനി, അങ്ങനെ. അപ്പോൾ നമുക്ക് ആ ഇയേഴ്സ് ആദ്യം നോക്കിയിട്ട് പോകാം. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത് 1600-ലാണ്. ഒരേ ഓർഡറിൽ തന്നെയാണ് വരുന്നത്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ് ആദ്യം സ്ഥാപിതമായത്. 1600-ൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായി. അതിനുശേഷം ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി 1602-ൽ സ്ഥാപിതമായി. ഡെൻമാർക്ക് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത് 1616-ലാണ്. പോർച്ചുഗീസ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത് 1628-ലാണ്. നമ്മൾ പറഞ്ഞു ആദ്യം ഇന്ത്യയിലേക്ക് എത്തിയത് ആരാണ്? ഈ കടൽ മാർഗം പോർച്ചുഗീസുകാരാണ് എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. എപ്പോഴാണ് ഈ പോർച്ചുഗീസുകാർ ആദ്യമായി ഇന്ത്യയിലേക്ക് എത്തിയത്? വാസ്കോഡഗാമ ആദ്യമായി ഇന്ത്യയിലേക്ക് എത്തിയത് 1498-ലാണ്. 1498-ലാണ് അവർ ഇന്ത്യയിലെത്തിയത്. എവിടെയാണ്? കാപ്പാടാണ് അവർ കപ്പലിറങ്ങിയത് അല്ലേ. അപ്പോൾ ആ പോർച്ചുഗീസ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത് 1628-ലാണ്. ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത് 1664-ലാണ്. സ്വീഡിഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത് 1731-ലാണ്. ആദ്യമായി ഇന്ത്യയിലേക്ക് വന്നതും ഏറ്റവും അവസാനം ഇന്ത്യ വിട്ടു പോയതും പോർച്ചുഗീസുകാർ തന്നെയാണ്. പോർച്ചുഗീസുകാർ അറിയപ്പെടുന്നത് പറങ്കികൾ എന്നാണ്. ഫ്രഞ്ചുകാർ അറിയപ്പെടുന്നത് പാരന്ത്രീസുകാർ എന്നും, ഡച്ചുകാർ ലന്തക്കാർ എന്നും, ബ്രിട്ടീഷുകാർ വെള്ളക്കാർ എന്നും അറിയപ്പെടുന്നു. അതുപോലെ ഗ്രീക്കുകാർ അറിയപ്പെടുന്നതാണ് യവനർ എന്ന്. ഗ്രീക്കുകാർ യവനർ എന്നറിയപ്പെടുന്നു. ഇംഗ്ലീഷുകാർ അറിയപ്പെടുന്നതാണ് ഷീമക്കാർ എന്ന്. കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യൻ ശക്തി പോർച്ചുഗീസുകാർ. ഇന്ത്യയിൽ നിന്ന് ആദ്യം തിരിച്ചുപോയ യൂറോപ്യൻ ശക്തി ചോദിക്കുകയാണെന്ന് അത് ഡച്ചുകാരാണ്. അവസാനമായി ഇന്ത്യയിലെത്തിയ യൂറോപ്യൻ ശക്തിയാണ് ഫ്രഞ്ചുകാർ എന്നത്. ഇന്ത്യയിൽ നിന്ന് അവസാനം പോയ യൂറോപ്യൻ ശക്തി ഡച്ചുകാരാണ്. ഇത് ചോദിക്കാവുന്നത് കൊണ്ടാണ്, ഇതിനു മുമ്പ് ചോദിച്ചിട്ടുള്ളത് കൊണ്ടാണ് നമ്മൾ LGS വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻ്റ് പോലുള്ള ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ട്, എക്സാമുകളായതുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് പോകുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണത്തെക്കുറിച്ച് നോക്കാം. കരമാർഗം ആദ്യം ഇന്ത്യയിലെത്തിയ ഇംഗ്ലീഷുകാരനാണ് ജോൺ മിൽട്ടൺ ഹാൾ എന്ന് പറയുന്നത്. അപ്പോൾ കരമാർഗം ആദ്യം ഇന്ത്യയിലെത്തിയ ഇംഗ്ലീഷുകാരനാരാണ്? ജോൺ മിൽട്ടൺ ഹാളാണ്. 1583-ലാണ് അദ്ദേഹം ഇന്ത്യയിലെത്തിയത്. 1603-ൽ അദ്ദേഹം അക്ബറുടെ സദസ്സ് സന്ദർശിക്കുകയുണ്ടായി. അപ്പോൾ 1583-ൽ ഇന്ത്യയിലെത്തി അക്ബറുടെ സദസ്സ് സന്ദർശിച്ചത് ചോദിച്ചാൽ 1603-ആണ്. ഇനി ഈസ്റ്റ് ഇന്ത്യ കമ്പനി നമ്മൾ പറഞ്ഞു, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത് 1600-ലാണ് എന്ന് പറഞ്ഞു അല്ലേ. ഇന്ത്യയുമായി വ്യാപാര ബന്ധം സ്ഥാപിക്കുന്നതിന് വേണ്ടി സ്ഥാപിച്ചതാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന് പറയുന്നത്. 1600 ഡിസംബർ 31-നാണ് രൂപീകരിച്ചത്. ഇതൊരു ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയാണ്. ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി ആയിരുന്നു. ഇതിൻ്റെ ഔദ്യോഗിക നാമമായിരുന്നത് ജോൺ കമ്പനി എന്നാണ്. എന്താണ് അറിയപ്പെട്ടിരുന്നത്? ജോൺ കമ്പനി എന്നാണ്. എലിസബത്ത് I കാലത്താണ് ഈ കമ്പനി, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അല്ലെങ്കിൽ ജോൺ കമ്പനി രൂപീകരിച്ചത്. എലിസബത്ത് I കാലത്താണ്. കമ്പനി രൂപീകരിക്കുന്നതിന് നേതൃത്വം നൽകിയ സംഘടനയാണ് മെർച്ചൻ്റ് അഡ്വഞ്ചേഴ്സ് എന്ന കച്ചവടക്കാരുടെ സംഘടന. ഏഷ്യ വൻകരയിലെ ഇന്ത്യൻ ഭൂഖണ്ഡങ്ങളിലെ രാജ്യങ്ങളിൽ കച്ചവടം നടത്താനായി 15 വർഷത്തേക്കുള്ള അനുമതി നൽകിയ രാജ്ഞി കൂടിയാണ് എലിസബത്ത് രാജ്ഞി എന്ന് പറയുന്നത്. അപ്പോൾ എലിസബത്ത് രാജ്ഞിയുടെ കാലത്ത് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഉണ്ടായി. 1600 ഡിസംബർ 31-ന് രൂപീകരിച്ചു. ജോൺ കമ്പനി എന്നറിയപ്പെട്ടിരുന്ന കമ്പനി കൂടിയാണത്. മർച്ചൻ്റ് അഡ്വഞ്ചേഴ്സ് എന്ന കച്ചവടക്കാരുടെ സംഘടനയാണ് ഇതിന് രൂപം നൽകിയത്.
അപ്പോൾ ഏഷ്യ വൻകരയിലെ ഇന്ത്യൻ ഉപഭൂഖണ്ഡങ്ങളിലെ രാജ്യങ്ങളിൽ കച്ചവടം നടത്താനായി 15 വർഷത്തേക്കുള്ള അനുമതി നൽകിയ രാജ്ഞി കൂടിയാണ് എലിസബത്ത് രാജ്ഞി എന്ന് പറയുന്നത്. ഈ അനുമതിയെ പിന്നീട് നീട്ടി നൽകിയ രാജാവിൻ്റെ പേര് ചോദിക്കുകയാണ് പറഞ്ഞാൽ ജെയിംസ് ഒന്നാമനാണ്. ഈ 15 വർഷത്തേക്കുള്ള അനുമതി കാരണം അവർക്ക് ഇന്ത്യയിൽ നിന്ന് വന്നതുകൊണ്ട് അവർക്ക് ഒരുപാട് ലാഭങ്ങളുണ്ടായില്ലേ, കച്ചവടം ഒരുപാട് വർദ്ധിക്കുകയുണ്ടായി. അതുകൊണ്ട് തന്നെ അത് ദീർഘകാലത്തേക്ക് നീട്ടി നൽകിയത് ആരാണെന്ന് ചോദിച്ചാൽ അത് ജെയിംസ് ഒന്നാമനാണ്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഇന്ത്യയിൽ ആദ്യമായി കച്ചവട അനുമതി നൽകിയത് ജഹാംഗീറാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു 1603 അക്ബറുടെ സദസ്സ് ആര് സന്ദർശിച്ചു എന്ന് പറഞ്ഞു? ജോൺ മിൽട്ടൺ ഹാൾ സന്ദർശിച്ചു എന്ന് പറഞ്ഞു അല്ലേ. എന്നാൽ ഇവിടെ ഇന്ത്യയിൽ ആദ്യമായി കച്ചവട അനുമതി നൽകിയത് ആരാണെന്ന് ചോദിച്ചാൽ അത് ജഹാംഗീറാണ്. ജഹാംഗീറിൻ്റെ രാജ്യസദസ്സ് സന്ദർശിച്ച ഇംഗ്ലീഷുകാരനാണ് വില്യം ഹോക്കിൻസ് എന്ന് പറയുന്നത്. ആരാണ്? വില്യം ഹോക്കിൻസ്. അതുപോലെ തോമസ് റോയും സൂററ്റിൽ വ്യാപാരം ചെയ്യുന്നതിനുള്ള മുഗൾ രാജാവിൻ്റെ അനുവാദത്തിന് വേണ്ടിയായിരുന്നു സന്ദർശിച്ചത്. തോമസ് റോയും അതുപോലെ വില്യം ഹോക്കിൻസും എല്ലാം എന്തിനു വേണ്ടിയിട്ടാണ് ഇവരുടെ സദസ്സ് സന്ദർശിച്ചത്? മുഗൾ രാജാവിൻ്റെ സദസ്സ് സന്ദർശിച്ചത് എന്തിനാണ്? സൂററ്റിൽ വ്യാപാരം ചെയ്യുന്നതിനുള്ള മുഗൾ രാജാവിൻ്റെ അനുവാദത്തിന് വേണ്ടിയിട്ടായിരുന്നു ഇവരുടെ സന്ദർശനം. ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ ആദ്യമായി സൂററ്റിൽ ഒരു ഫാക്ടറി പണികഴിപ്പിച്ചിട്ടുണ്ടായിരുന്നു. 1613 ആദ്യമായിട്ട് സൂററ്റിൽ അവരൊരു ഫാക്ടറി പണികഴിപ്പിച്ചത്. അതിനുശേഷം തെക്കേ ഇന്ത്യയിലെ ആദ്യ ഫാക്ടറി സ്ഥാപിച്ചത് മസൂലി പട്ടണത്താണ് 1631. അവർ അതിനുശേഷം ഇന്ത്യയിൽ പണികഴിപ്പിച്ച കോട്ടകളും നമ്മൾ പോർച്ചുഗീസുകാരുടെ പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ടല്ലേ, കോട്ടകളായിട്ടും പണ്ടകശാലകളായിട്ടും. അതുപോലെ ബ്രിട്ടീഷുകാർ സൂററ്റിൽ ഒരു ഫാക്ടറി പണികഴിപ്പിച്ചു. നമ്മൾ പറഞ്ഞു സൂററ്റിൽ വ്യാപാരം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അവരെന്ത് ചെയ്തത്? രാജാവിൻ്റെ സദസ്സ് സന്ദർശിച്ചത്. അങ്ങനെ 1613 ഒരു ഫാക്ടറി പണികഴിപ്പിച്ചു. തെക്കേ ഇന്ത്യയിലെ ആദ്യ ഫാക്ടറി പണികഴിപ്പിച്ചത് 1631 കേരളത്തിലെ ബ്രിട്ടീഷ് ആധിപത്യം. ആദ്യമായി കേരളത്തിൽ വന്ന ഇംഗ്ലീഷുകാരനാണ് മാസ്റ്റർ റാച്ച് ഫിച്ച് എന്ന് പറയുന്നത്. 1583 അദ്ദേഹം കൊച്ചിയിലെത്തിയത്. എപ്പോഴാണ്? 1583 അദ്ദേഹം കൊച്ചിയിലെത്തി. 1615 ഹീലിംഗ് 3 കപ്പലുകളുമായി കോഴിക്കോട് എത്തി സാമൂതിരിയുമായി ഒരു ഉടമ്പടിയുണ്ടാക്കി. 1636 കൊച്ചിയിൽ നിന്ന് ഇംഗ്ലണ്ടിലേക്ക് ആദ്യമായി കുരുമുളക് കയറ്റുമതി ചെയ്തു. ഇയേഴ്സ് നോക്കുക. മാസ്റ്റർ റാഫിച്ച് 1583 കൊച്ചിയിലെത്തി. 1615 ഹീലിംഗ് 3 കപ്പലുകളുമായിട്ട് എവിടെ എത്തി? കോഴിക്കോടെത്തി സാമൂതിരിയുമായി ഉടമ്പടി ഉണ്ടാക്കി. 1636 കൊച്ചിയിൽ നിന്ന് ഇംഗ്ലണ്ടിലേക്ക് ആദ്യമായി കുരുമുളക് കയറ്റുമതി ചെയ്തു. 1636 1644 വിഴിഞ്ഞത്ത് ഒരു പണ്ടകശാല സ്ഥാപിക്കാൻ വേണാട്ട് രാജാവിൽ നിന്ന് ഇംഗ്ലീഷുകാർക്ക് അനുവാദം കിട്ടി. വിഴിഞ്ഞത്ത് 1644 പണ്ടകശാല സ്ഥാപിക്കാൻ അവർക്ക് എന്ത് ലഭിച്ചത്? അനുവാദം ലഭിച്ചത്. ആരിൽ നിന്ന്? വേണാട്ട് രാജാവിൽ നിന്ന്. 1664 കോഴിക്കോട് ഒരു ഫാക്ടറി സ്ഥാപിക്കാൻ സാമൂതിരി ഇംഗ്ലീഷുകാരെ അനുവദിച്ചു. 1664 കോഴിക്കോട് ഫാക്ടറി സ്ഥാപിക്കാൻ സാമൂതിരി ഇംഗ്ലീഷുകാരെ അനുവദിച്ചു. 1695 5 തെങ്ങ് കോട്ട പണി പൂർത്തിയാക്കി. 1695. അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയ കുറേ കാര്യങ്ങൾ വരുന്നത് അല്ലേ. 5 തെങ്ങ് കലാപം വരുന്നുണ്ട്, പിന്നെ ആറ്റിങ്ങൽ കലാപം വരുന്നുണ്ട്, പഴശ്ശി കലാപം വരുന്നുണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ആദ്യം തുടക്കം പോലെ നമുക്ക് നോക്കാം. 5 തെങ്ങ് കലാപം 1695. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ നടന്ന കേരളത്തിലെ ആദ്യത്തെ കലാപമാണ് 5 തെങ്ങ് കലാപം എന്ന് പറയുന്നത്. 1690 5 തെങ്ങിൽ ഒരു കോട്ട പണിയാനുള്ള അനുവാദം ആറ്റിങ്ങൽ റാണിയായിരുന്ന ഉമയമ്മ റാണി ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് നൽകി. ജോൺ ബ്രാബോൺ ആണ് ഈ അനുമതി നേടിയെടുത്തത്. ആ സമയത്തെ വേണാട് രാജാവായിരുന്നത് രവിവർമ്മ ആയിരുന്നു. അപ്പോൾ വേണാട് രാജാവ്, രവിവർമ്മ, ആറ്റിങ്ങൽ റാണി, ഉമയമ്മ റാണി. ഈസ്റ്റ് ഇന്ത്യ കമ്പനി നേടിയെടുത്തത് ആരാണെന്ന് ചോദിച്ചാൽ, അതായത് അനുവാദം നേടിയെടുത്ത വ്യക്തി ജോൺ ബാർബൺ ആണ്. 1695 കോട്ടയുടെ പണി പൂർത്തിയാക്കി. പശ്ചിമ തീരത്ത് ബോംബെ കഴിഞ്ഞാലുള്ള ഇംഗ്ലീഷുകാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട സങ്കേതമായിരുന്നു 5 തെങ്ങ് കോട്ട എന്ന് പറയുന്നത്. എന്നാൽ കുരുമുളകിൻ്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർക്ക് നൽകിയതും ഇംഗ്ലീഷുകാർ നിശ്ചയിക്കുന്ന വിലക്ക് കർഷകർക്ക് കുരുമുളക് വിൽക്കണം എന്ന നിർബന്ധവും കലാപത്തിന് കാരണമായി.
ആ കാരണം കൊണ്ട് ആ പ്രദേശവാസികൾ എന്ത് ചെയ്തു? ആ ഫാക്ടറി ആക്രമിച്ചു. 1697 അഞ്ചുതെങ്ങിലെ ഫാക്ടറി ആ പ്രദേശവാസികൾ ആക്രമിച്ചു. ഇതാണ് അഞ്ചുതെങ്ങ് കലാപം. അതായത് അവർ കൃഷി ചെയ്തുണ്ടാക്കിയ കുരുമുളക് ബ്രിട്ടീഷുകാർക്ക് വ്യാപാര കുത്തകയ്ക്ക് ആര് നൽകി? ഉമയമ്മ റാണി നൽകുകയും ബ്രിട്ടീഷുകാർ നിശ്ചയിക്കുന്ന തുകയ്ക്ക് ഇവർക്ക് അത് വിൽക്കേണ്ടിയും കൂടി വരുമ്പോൾ ഉണ്ടായ കാരണങ്ങളാൽ വാങ്ങുന്നവർ എപ്പോഴും വില കുറച്ചിട്ടല്ലേ വാങ്ങുക. അതുകൊണ്ടെല്ലാം എന്തായി? ഈ പ്രദേശവാസികൾ അതിനെതിരെ കലാപമുണ്ടാക്കി. അവർ അഞ്ചുതെങ്ങ് കോട്ട പിടിച്ചെടുക്കുകയും ആക്രമിക്കുകയും ചെയ്തു. ഇതാണ് അഞ്ചുതെങ്ങ് കലാപം എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഇതിന് ശേഷം നമുക്കിനി ആറ്റിങ്ങൽ കലാപത്തെക്കുറിച്ച് നോക്കാനുണ്ട്. അതുപോലെ കുളച്ചൽ യുദ്ധം, കുണ്ടറ വിളംബരം, അവയെല്ലാം ഓർഡറിൽ ഡേറ്റ് വെച്ച് പഠിക്കാനുമുണ്ട്. ഓക്കെ, നമുക്ക് അതുമായിട്ട് വീണ്ടും ഒരു ക്ലാസ്സുമായിട്ട് വരുന്നതായിരിക്കും. ഞാൻ പറഞ്ഞു ചെറിയ ടോപ്പിക് ആയതുകൊണ്ട് ചെറിയ ടോപ്പിക്കായിട്ട് നമുക്ക് മൈൻഡിൽ നിൽക്കാനും വേണ്ടിയിട്ടും കൂടുതൽ ടോപ്പിക്കുകൾ പഠിക്കാനും വേണ്ടിയിട്ടാണ് കുറച്ച് ചെറിയ ക്ലാസ്സുകളായിട്ട് വരുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയൊരു ക്ലാസ്സുമായി വരുന്നത് വരെ ഓക്കെ, ബൈ.